പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ സിബിഐക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മെയ് 7 പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കണം. പ്രതികളുടെ ജാമ്യ ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ 8ഓളം പ്രതികളാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരുന്നത്. ഈ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിലാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നു എന്നുള്ള നിലപാട് സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് എന്നുള്ള നിലപാടും സിബിഐ വ്യക്തമാക്കി. പ്രാഥമിക കുറ്റപത്രം നേരത്തെ തന്നെ സമർപ്പിച്ചതായിട്ടാണ് സിബിഐ ഇന്ന് രാവിലെ ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. തുടർന്ന് ഈ കുറ്റപത്രം ഹാജരാക്കാൻ ഹൈക്കോടതി നിലവിൽ സിബിഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 7 കുറ്റപത്രം ഹാജരാക്കണം. 7 ജാമ്യ ഹർജികൾ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദം തങ്ങൾ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് തന്നെ ജയിലിൽ അനിശ്ചിതമായിട്ട് കിടക്കുന്നത് തങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാമ്യം നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രതികൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. മാത്രമല്ല, നിലവിൽ ഈ സിബിഐ സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക കുറ്റപത്രം അത് ശരിയായ നടപടിക്രമങ്ങളിലൂടെയല്ല സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് കുറ്റപത്രമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടും പ്രതിഭാഗം ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. മാത്രമല്ല, 60 ദിവസത്തിലേറെയായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇതും ജാമ്യം അനുവദിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ അത്തരമൊരു ഘടകമായിട്ട് പരിഗണിക്കണമെന്ന് കൂടി പ്രതിഭാഗം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എന്തായാലും വിശദമായിട്ട് വാദം കേൾക്കാനായിട്ടാണ് ഹർജി ഹൈക്കോടതി മെയ് 7 മാറ്റിയത്. 7 നിലവിൽ സിബിഐ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഈ ജാമ്യ ഹർജികളിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18 പൂക്കോട് സർവകലാശാലയിലെ വെറ്ററിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനം, അതായത് SFI പ്രവർത്തകരായിട്ടുള്ള പ്രതികളിൽ നിന്നും മർദ്ദനം ഏറ്റതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. എന്തായാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ഹർജികളിന്മേൽ നിലവിൽ സിബിഐ സ്വീകരിച്ചിട്ടുള്ളത്.